ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ ആയിഷക്കുട്ടി. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം മഴയൊക്കെ എങ്ങനെ പോണ്? ഇന്നലെ രാത്രി വരെയും ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് മഴയൊന്നുമില്ല. അപ്പം ഇന്ന് 2 മാസങ്ങൾക്ക് ശേഷം നമ്മൾ സ്കൂൾ ഇന്ന് തുറക്കുകയാണ്. സ്കൂൾ തുറക്കണ ആദ്യത്തെ ദിവസമാണ്. അപ്പം ഞാനിന്ന് 2 മാസത്തിന് ശേഷം നേരത്തെ എഴുന്നേറ്റു. 5:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. ആദ്യം ഞാൻ പോയി കുളിച്ച് റെഡിയായി. അപ്പോൾ 2 മാസം സ്കൂൾ പൂട്ടിയതിന് ശേഷം ഞാനൊരു 9 മണി മാക്സിമം 10 മണി വരെയും കിടന്നുറങ്ങാറുണ്ട്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറ്റത്തില്ലല്ലോ. നേരത്തെ എഴുന്നേറ്റാലല്ലേ അനുവിനെ സ്കൂളിൽ വിടാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ദേ കുളിച്ച് റെഡിയായതിന് ശേഷം ഗ്രീൻ പീസ് കറിയും പാലപ്പമാണ് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ആ ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അതിന് ശേഷം ഞാൻ ചായ വെക്കാൻ വരികയാണ്. ചായ മസ്റ്റാണല്ലോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാൻ വരുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിൽ കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പുതിയ പാക്കറ്റ് പൊട്ടിച്ചെടുത്തു കുറച്ച് പാലും കൂടെ. അപ്പോൾ ചായ കൂടി എനിക്ക് ഭയങ്കര കൂടുതലാണ്. ഞാൻ ഒരു ദിവസത്തിൽ 5 ചായ ഒക്കെ കുടിക്കും. രാവിലെ കുറവാണ്, 2 പ്രാവശ്യം കുടിക്കുള്ളൂ. ഉച്ചയ്ക്കല്ല, വൈകിട്ടാണ് ഞാൻ കൂടുതലും ചായ കുടിക്കാറ്. അപ്പോൾ ദേ ഗ്രീൻ പീസ് വെന്തിറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് താളിക്കണം. ഇനി അപ്പം ഉണ്ടാക്കണം, പാലപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഉച്ച വരെ ഉള്ളൂ, ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അനുവിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോറ് ഇപ്പോൾ രാവിലെ വെക്കേണ്ട, കുറച്ച് കഴിഞ്ഞതിന് ശേഷം വെക്കാമെന്ന് കരുതി. പിന്നെ മീൻ മേടിക്കാൻ പോകണം, വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം, പുറത്ത് പോകണം കടയിൽ. അപ്പം ഞാൻ ചായയുടെ ഒപ്പം ഞാൻ കുറച്ച് അവലും കൂടെ കഴിക്കാമെന്ന് കരുതി. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചായയുടെ ഒപ്പം അവൽ കഴിക്കാറുണ്ട്. ഇടയ്ക്ക് ചായ മാത്രം കുടിക്കാറുള്ളൂ രാവിലെ. അപ്പോൾ അവൽ അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ അപ്പത്തിനുള്ള മാവും കൂടെ ഞാൻ എടുത്ത് വെച്ചു. നമുക്ക് മൈദയും അരിപ്പൊടിയും ഒരു മുട്ടയും കൂടെ കൂട്ടിയിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായ കുടിച്ചതിന് ശേഷം അടുത്ത പണികളിലേക്ക് കിടക്കാമെന്ന് കരുതി. അപ്പോൾ ചായ കുടിക്കാം ആദ്യം. അപ്പം ചായ ഫുള്ള് കുടിച്ച് കഴിഞ്ഞിട്ടില്ല. ചായക്ക് ചൂടുള്ളതുകൊണ്ട് അവൽ മൊത്തം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ചായ ഇങ്ങനെ പണിയുടെ ഇടയിൽ കൂടെ കഴിക്കാമെന്ന് കരുതി. കാരണം ചായ അങ്ങനെ കുടിച്ചിരിക്കാൻ സമയമില്ല, അനുവിനെ വിടണമല്ലോ. അപ്പം ഞാൻ അപ്പത്തിനുള്ള മാവ് എടുത്ത് വെച്ചത് അത് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചു. ഇനി കൂട്ടാൻ താളിച്ചിട്ട് വേണം അപ്പം ചൂടാനായിട്ട്. അപ്പം ഇനി കൂട്ടാത്തിനുള്ളതൊക്കെ അരിയണം. ഗ്രീൻ പീസ് താളിക്കാനുള്ളതൊക്കെ സബോളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞ് എടുക്കണം. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചാണ് ഇടണത്. ചിലപ്പോൾ ഞാൻ അരിഞ്ഞിടും. ഒട്ടും സമയമില്ലാത്തപ്പോഴൊക്കെയാണ് ഇങ്ങനെ തട്ടിക്കൂട്ടൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ ഞാനങ്ങ് അരിഞ്ഞിടും. അപ്പം നമ്മൾ കാന്താരി മുളകാണ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് അതേ കൂട്ടാൻ താളിക്കാൻ വെച്ചു. അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് അനുവിനെ 2-3 വട്ടം വിളിച്ച് എണീക്കുന്നു പറഞ്ഞിട്ട്. കാരണം ഇപ്പം കുറേ ദിവസം എത്തിയിട്ട് എഴുന്നേൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവന് വൈകിട്ടാണ് കിടന്നുറങ്ങാറ്. 12:30 ആവും കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾ രാത്രി. പിന്നെ എഴുന്നേൽക്കണത് 11-12 മണിയൊക്കെ ആവും അവന് സ്കൂളില്ലാത്ത ടൈമിൽ എഴുന്നേൽക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം 3-4 വട്ടം പോയി വിളിച്ചിട്ടാണ് അവന് എഴുന്നേറ്റത്. അപ്പം ഞാൻ അതേ കൂട്ടാൻ താളിക്കാൻ വെച്ചു. അപ്പോൾ ഗ്യാസുമ്മൽ വെച്ചപ്പോൾ ഗ്യാസ് ഇന്നലെ രാത്രി ഓഫ് ചെയ്തിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ പറ്റാറില്ല. പിന്നെ മനുഷ്യനാണല്ലോ, ഇടയ്ക്കൊക്കെ നമുക്കൊരു മറവി പറ്റുമല്ലോ. പിന്നെ എൻ്റെ ഓട്ടോമാറ്റിക്കലി ഗ്യാസ് അടുപ്പാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അത് കത്താറില്ല. നമ്മളെ ബട്ടൺ വെച്ചടിച്ചാലും ഇടയ്ക്ക് ഇങ്ങനെ കത്തും. ഇപ്പോൾ കുറേ വർഷമായി. പുതിയ ഗ്യാസ് അടുപ്പ് മേടിക്കണമെന്ന് മനസ്സിൽ പ്ലാൻ ഉണ്ട്, നടന്നിട്ടില്ല. തൽക്കാലം ഇതിൽ തന്നെ പോട്ടെ എന്ന് കരുതി. അങ്ങനെ കൂട്ടാൻ താളിക്കാൻ എല്ലാം മിക്സ് ചെയ്ത് മസാലയൊക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ മല്ലിപ്പൊടി ഞാൻ പുറത്ത് വെക്കാറില്ല. ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി എനിക്ക് പെട്ടെന്ന് കേടായി പോവും. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് താളിച്ചു. അപ്പോൾ കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നു ഗ്രീൻ പീസ്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കുക്കറിലിട്ട് അടിച്ച് വേവിച്ചെടുത്തു. ഇനി അപ്പം ചുടണം. അപ്പം അനുവിന് മാത്രമുള്ള അപ്പമാണ് ഞാനിപ്പോൾ ചുട്ടെടുക്കുന്നത്. എനിക്കുള്ളത് ഞാൻ കഴിക്കാൻ നേരത്തെ ചൂടാന്ന് കരുതി. കാരണം ചൂടോടുകൂടി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പം അനു ഇതേ കുളിച്ച് പല്ലേക്കാൻ നിൽക്കുന്നുണ്ട്. ഞാൻ അവനക്ക് ചായ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പണിയും കൂടെ കഴിഞ്ഞു. ഈ അപ്പം എനിക്ക് ഏറ്റവും കൂടുതലും തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ട് കഴിക്കാനായിട്ടോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ട് കഴിക്കാൻ കറിനേക്കാട്ടിയും കൂടുതൽ ഇഷ്ടം എനിക്ക് അങ്ങനെ കഴിക്കാനാണ്. ഞാൻ ദേ അനുവിന് ചായ എടുത്ത് കൊടുത്തു. അനു ദേ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ എൻ്റെ തുണികൾ
ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ എനിക്ക് തുണി ഇടാനും ഒരു സ്ഥലമില്ല, മഴ ആയതുകൊണ്ട്. ഞാൻ ഈ റൂമിൽ ഇങ്ങനെ അഴ കെട്ടിയിട്ടാണ് തുണികളൊക്കെ ഫാനിൻ്റെ ചോട്ടിലിട്ട് ഉണക്കണം. മിക്ക വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. ആദ്യം താമസിച്ചോടത്ത് എനിക്കിങ്ങനെ പുറത്ത് വർക്ക് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ തുണിയൊക്കെ ഇട്ടിരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് തുണികളൊക്കെ ഇങ്ങനെ നമ്മൾ ഫാനിൻ്റെ ചോട്ടിലിട്ട് ഉണക്കണോണ്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അപ്പം നല്ല വെയിൽ കണ്ടപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പുറത്തിട്ടു. അത് കഴിഞ്ഞത് റൂമിൽ വന്ന് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാന്ന് കരുതി. കാരണം അനുവിന് ഈ ഒരു ശീലമില്ല. എഴുന്നേറ്റ് വന്ന് ബെഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടാനും ബ്ലാങ്കറ്റ് മടക്കിടാനും പറഞ്ഞാൽ അവൻ അത് കേൾക്കത്തില്ല. അതൊന്നും അവൻ ചെയ്യത്തില്ല. അത് ചെറുപ്പം മുതലേ ഇല്ലാത്ത ശീലമാണ്. നമ്മൾ പഠിപ്പിച്ചാൽ മാത്രമാണല്ലോ ആ ശീലം വരുള്ളൂ. അങ്ങനെയുണ്ട് കാര്യങ്ങൾ. അപ്പം ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അനു ചായ കുടിച്ച് കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി അവിടെ ഇരിക്കുന്നുണ്ട് പോവാനായിട്ട്. ഇനി നാളെ മുതലാണ് ഫുൾ ടൈം ക്ലാസ് ഉള്ള അനുവിന്. അപ്പോൾ അനുവിനെ അവിടെ ട്യൂഷൻ ആക്കിയതുകൊണ്ട് അനു വരാൻ തന്നെ നേരം വൈകും. ഞാൻ പോയി എടുക്കണം അനുവിനെ. അനു അങ്ങനെ പോവുകയാണ്. അനു അങ്ങനെ പോവുകയാണ്. സ്കൂളൊക്കെ തുറന്ന് പോവുകയാണ്. യൂണിഫോമിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞോളൂ കേട്ടോ. അവിടെ നിൽക്ക്, ഞാൻ പറ്റേ. എല്ലാവരും യൂണിഫോം ഇട്ട് അനു യൂണിഫോം ഇല്ലേ? ആ യൂണിഫോം കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മളാണ് സ്കൂളിൽ പോയി. അവനക്ക് ഉച്ച വരെ ക്ലാസ്സുള്ളൂ. ഇനി എനിക്ക് ചായ കുടിക്കണം, പാത്രം കഴുകണം, പിന്നെ പെരടിച്ചു വരണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം അതൊക്കെ കാണാം നമുക്ക്. അപ്പോൾ അത് എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുറത്ത് പോകാനായിട്ട്. കടയിൽ പോയി സാധനങ്ങളും മീനൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കണത് വെയിലൊന്നും മങ്ങിയപ്പോൾ മഴ വരുമെന്ന് പേടിയുണ്ട്. കാരണം കാർമേഘം മൂടിക്കെട്ടുണ്ട്. അപ്പം അതാണ് ഈ തിരിഞ്ഞ് നോക്കി നിൽക്കുന്നത്. കാരണം ഒരുവിധം ഉണങ്ങി കിട്ടിയ തുണിയാണ്. അത് ജസ്റ്റ് ഒന്ന് ചൂട് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോയി ഇട്ടേക്കുന്നത്. കാരണം നമ്മൾ എത്ര ഫാനിൻ്റെ ചോട്ടിലിട്ട് ഉണങ്ങിയാലും തുണികൾക്കൊക്കെ ഒരു ഈർപ്പം പോലെ ആയിരിക്കും. അപ്പം അതൊന്ന് വെയിൽ കൊണ്ട് ഉണങ്ങി കിട്ടിയാൽ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുകയാണ് തുണി. ഇപ്പം ഉള്ള എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥ ഇതായിരിക്കും. മഴക്കാലത്ത് പപ്പടം ഉണക്കണ പോലെ നമ്മൾ തുണി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഉണക്കിയെടുക്കാൻ ഉള്ളൊരവസ്ഥയാണ് മഴക്കാലത്ത്. എനിക്കാണെങ്കിൽ ഇവിടെ ആകെ സൗകര്യക്കുറവ് തോന്നിയിരിക്കുന്നത് ഈ തുണി ഇടാനും ഉണക്കിയെടുക്കാനുള്ളൊരു സൗകര്യമില്ല. ഈ റൂമിൽ അഴ കെട്ടിയിട്ട് വേണം നമ്മൾ തുണി അലക്കിയിട്ട് ഉണക്കാൻ. അങ്ങനെ ചെയ്യണത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോ വീട് മാറുമ്പോഴും ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എല്ലാം തികഞ്ഞിട്ട് ഒരു വീടും കിട്ടാറില്ല. അപ്പോൾ മഴ വന്നത് നോക്കി നിന്ന് മഴ പെയ്ത് ഓടിച്ചെന്ന് എല്ലാ തുണികളും വാരി കൂട്ടിയെടുത്ത് ഭാഗ്യം കൊണ്ടൊന്നും നനഞ്ഞില്ല. അപ്പോഴേ കട വരെ ഒന്ന് പോകണം, മീൻ മേടിക്കണം, പിന്നെ കുറച്ച് വേറെ പാലുണ്ട്, മീൻ മേടിക്കണം മസ്റ്റായിട്ട് കൂട്ടാത്തിൽ. അപ്പോൾ നമുക്ക് മീൻ എന്തിട്ടാണെന്ന് നോക്കിയിട്ട് വരാം, പോയിട്ട് വരാം. മീൻ മേടിക്കാൻ, ചെമ്മീൻ മേടിക്കാനാണ് ആഗ്രഹം. ചെമ്മീൻ കിട്ടുക, പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിച്ച മീൻ കിട്ടത്തില്ല. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. പിന്നെ താഴെ ഇറങ്ങുമ്പോൾ വീടിൻ്റെ റെൻറ്റും കൊടുക്കണം അല്ലേ. പോയിട്ട് വരാം. അങ്ങനെ ചേട്ടന് വാടക കൊടുത്ത് ചേട്ടൻ അവിടെ എന്നെയൊക്കെ നോക്കണ്ട. അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് മാപ്രാണത്തിൽ നിന്ന് മീൻ മേടിക്കുന്ന കട. ഇവിടെ നിന്ന് ഞാൻ ചെമ്മീൻ മേടിച്ചു, പിന്നെ കിളിമീൻ മേടിച്ചു. നിങ്ങളവിടെ ഈ മീൻ എന്നിട്ടാ പറയാം, മഞ്ഞക്കോര, പുതിയാപ്പിളക്കോര എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ സ്ഥിരം മേടിക്കുന്ന പച്ചക്കറി കട കയറി പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു, സബോളയും സാധനങ്ങളൊക്കെ, മുരിങ്ങാക്കോല്. അപ്പം അതൊക്കെ മേടിച്ചു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ ഞാവൽപ്പഴം കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊരു 100 രൂപയ്ക്ക് മേടിച്ചു. കിലോ 400 രൂപയാണ്.
പിന്നെ സ്ഥിരമായിട്ട് കാരണം നമ്മളെ ബേക്കറി ഇവരെ രണ്ടാളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കൂട്ടാണ് ഞാനും ചേച്ചിയും ചേട്ടനും. അവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് മേടിക്കാറ്, പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ഒരു പാക്കറ്റ് പാലും കൂടെ മേടിച്ചു കേട്ടാ. ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം ചായ വെക്കാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ പകുതി, ഒരു പാക്കറ്റ് ഫുള്ള് ഉണ്ടായിരുന്നില്ല, പകുതി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചു, മീനും വെച്ചു. അങ്ങനെ ഓടി വന്ന് ബാഗൊക്കെ അവിടെ ഇട്ട് മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി. കാരണം കുറച്ചൊന്ന് വെയിൽ കാണുമ്പോഴേക്കും ചൂടങ്ങ് തുടങ്ങും. പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ആപ്പിളൊക്കെ മേടിച്ചായിരുന്നു ബേക്കറിയിൽ നിന്ന്, അപ്പം അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ഞാവൽപ്പഴം കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് വയ്യ. അപ്പം അത് 2 കഴുകി വേഗം അങ്ങ് വായിലിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞാവൽപ്പഴം. ഞാൻ എവിടെ കണ്ടാലും ഈ ഒരു സാധനം മേടിക്കാതെ ഞാൻ ഇരിക്കത്തില്ല, അത്ര ഇഷ്ടമാണ്. പണ്ട് റോട്ടിൽ കിടന്ന് പോണ ഒരു സാധനമായിരുന്നു, ആർക്കും വേണ്ടാണ്ട്. ഇപ്പം നമ്മൾ നല്ല വില കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ കഴിക്കാൻ ആഗ്രഹമുള്ളത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കഴിച്ചല്ലേ പറ്റുള്ളൂ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പം ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ അതൊക്കെ സാധിക്കണം. പെട്ടെന്ന് പെട്ടെന്ന് അത് കഴിക്കാനുള്ള ഭക്ഷണമായാലും പോകാനുള്ള സ്ഥലങ്ങളായാലും പറ്റണതൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്യണം. അപ്പം ഞാൻ ചോറ് തിളപ്പിച്ച് വെക്കാതെയാണ് പുറത്ത് പോയത്. അപ്പോൾ ഇത് അരി അടുപ്പത്തിട്ട് അരി കഴുകിയിട്ട് ഇതൊന്ന് തിളച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ചെമ്മീനും ചക്കക്കുരും മുരിങ്ങാക്കോലും മാങ്ങ ഇട്ട് വെക്കാനായിരുന്നു പ്ലാന്. പക്ഷെ എനിക്ക് ചക്കക്കുരു കിട്ടിയില്ല, ബാക്കി 3 സാധനങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് വെക്കാൻ പോണത്. ഉമ്മ വെച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വെക്കാൻ പോണത്. അപ്പം കൂട്ടാൻ ഞാനും അതിനും ഉള്ളതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. കൊളാവോ എന്തോ എനിക്കറിയത്തില്ല. അപ്പം ആദ്യം കിളിമീനൊന്ന് കഴുകി വൃത്തിയാക്കി അത് ഉപ്പും കായം തേച്ച് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. അപ്പം ആ പണി അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പം അതവിടെ നന്നായിട്ട് ഉപ്പും കായം പിടിച്ചോളും. അപ്പം അവർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരത്തുള്ളൂ നമുക്ക് മീൻ. തലയും പാലും കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെതമ്പിലൊക്കെ കളഞ്ഞിട്ടുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം, അതിൽ ചെതമ്പലൊക്കെ ഇരിക്കണം. പ്രത്യേകിച്ച് കിളിമീനുമ്പോൾ നല്ലോണം ചെതമ്പലുള്ള സാധനമാണല്ലോ മഞ്ഞക്കോര, പിന്നെ പുതിയാപ്പിളക്കോര എന്നൊക്കെ പറയൂട്ടോ. നിങ്ങളവിടെ എന്താ പറയണതെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഉപ്പും കായം തേച്ച് വെച്ച് സെറ്റ് ചെയ്തു. എനിക്കാണെങ്കിൽ ഈ മീൻ നന്നാക്കണത് ഭയങ്കര മടിയുള്ള കാര്യമാണ്, തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് മീൻ നന്നാക്കുന്നത്. പ്രത്യേകിച്ച് വലിയ മീനൊന്നും എനിക്കധികം നന്നാക്കാൻ അറിയില്ല. ഈ മീൻ നന്നാക്കുമ്പോൾ എൻ്റെ കൈമലൊക്കെ മുള്ള് കയറും, അതിൻ്റെ മുള്ളൊക്കെ കൊണ്ടിട്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്നതുകൊണ്ട് അവരത് ക്ലീൻ ചെയ്ത് തരും. ക്ലീൻ ചെയ്താൽ ഞാൻ മേടിക്കത്തുള്ളൂ. പിന്നെ ചെമ്മീൻ എനിക്ക് ഒട്ടും നന്നാക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് അലർജിയാണ്. എനിക്ക് അപ്പം ചൊറിച്ചിൽ വരും. പിന്നെ കഴിക്കാനും അധികം പറ്റത്തില്ല. ചെമ്മീൻ, കൂന്തൾ, ഞണ്ട് ഇതൊന്നും എനിക്ക് അധികം കഴിച്ചുകൂടാ. അത് കൂടുതൽ എനിക്ക് അപ്പൻഡീസിൻ്റെ സർജറി കഴിഞ്ഞ പിന്നെയാണ് അപ്പം എനിക്ക് പണി കിട്ടും. ഇപ്പം കുറച്ച് നാളായിട്ട് ഈ ഇടക്കും തലക്കും ചെമ്മീൻ മേടിക്കണം. അതാണെങ്കിൽ നന്നായിട്ട് വേവിക്കുകയും ചെയ്യും. ഇപ്പം കിളിമീനൊക്കെ അവിടെ ഉപ്പും കായം തേച്ച് വെച്ചു. ചെമ്മീൻ്റെ നന്നാക്കി വൃത്തിയാക്കി. അതൊന്നും കൂടെ അതിൻ്റെ അടിയിലത്തെ ഞാരൊക്കെ കളയാനുണ്ട്, അതൊക്കെ കളഞ്ഞ് ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് വേവിക്കാൻ വെച്ച് ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ, ഒരു പിഞ്ചിട്ടിട്ടുള്ളൂ മുളക് പൊടി. വേവിക്കുമ്പോൾ അധികം മുളക് പൊടി ഇടില്ല. അത് കഴിഞ്ഞ് അത് അതിലിടാനുള്ള മുരിങ്ങാക്കോല് നന്നാക്കി മാങ്ങയുടെ തോലൊക്കെ ചെത്തി വെച്ചു. ഇതിനിടയ്ക്ക് ഞാൻ പപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴിച്ചു. അപ്പോൾ ചോറായിട്ട് വേണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിശപ്പിൻ്റെ അസുഖം കൂടുതലായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഞാവൽപ്പഴം എടുത്ത് അതൊന്ന് ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിച്ചു അത്. അപ്പം ഞാൻ ഞാവൽപ്പഴം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ കിടന്ന ഒരാൾ വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കും കുറച്ച് കൊണ്ട് കൊടുത്ത് പൊന്നൂസിന്. അത് കഴിഞ്ഞത് നമ്മളെ ചെമ്മീൻ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട് ചെമ്മീൻ വേവിച്ചതിൽ. അപ്പം ഇന്ന് കൂട്ടാൻ നല്ലോണം മഞ്ഞച്ചിരിക്കും എന്തായാലും. അപ്പം ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി അല്ല കേട്ടോ, വീട്ടിൽ പൊടിപ്പിക്കണതാണ്. ഇപ്പം എനിക്ക് ചേച്ചി തന്നിരുന്നു, എൻ്റെ കൂട്ടുകാരി ചേച്ചി കുറച്ച് വീട്ടിൽ പൊടിപ്പിച്ചപ്പോൾ. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മച്ചിയാണ് തരാറ്. അപ്പം എനിക്കിപ്പോൾ കുറേ സ്റ്റോക്ക് ഉണ്ട് ഇപ്പം മഞ്ഞൾപ്പൊടി, ഞാനൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറേ നാളത്തേക്ക് മഞ്ഞൾപ്പൊടിയുടെ കാര്യത്തിന് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇവിടെ തേങ്ങ ഒക്കെ ചിരവി അരപ്പൊക്കെ റെഡിയാക്കി. ഞാൻ മൊത്തത്തിലാണ് എല്ലാം കൂടി ഇട്ട് വെക്കാൻ പോണത്. ചെമ്മീൻ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ടല്ലോ, പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ആ ഒരു ഈ അരപ്പിൽ കടന്ന് വെന്തോളും. അപ്പം ഞാൻ ആദ്യമായിട്ട് വെക്കണത് കൊണ്ട് എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മൊത്തത്തിലെല്ലാം കൂടി ഇട്ടിട്ടാണ് വെക്കണത്. ചെമ്മീനും മുരിങ്ങാക്കോലും മാങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പച്ചമുളക് അരിഞ്ഞിട്ടു, വേപ്പില ഇട്ടു. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് അടുപ്പത്ത് വെച്ചു. ഇനി അത് നന്നായിട്ട് വെന്ത് വരട്ടെ അവിടെ ഇരുന്നിട്ട്. ഇതിനിടയിൽ നമുക്ക് പപ്പടം പൊരിക്കണം. അപ്പം ഇന്ന് പപ്പടം കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു, അതായത് വറക്കാമെന്ന്. പിന്നെ ആ എണ്ണയിൽ തന്നെ മീനും വറുത്തെടുക്കാമല്ലോ. അപ്പോൾ പപ്പടം നമ്മളിങ്ങനെ ക്രോക്ക്, അതായത് ഇങ്ങനെ കുത്തി തിന്നാണ് ആ സ്പൂണിൽ ഇങ്ങനെ കുത്തിയിട്ട് പൊരിക്കണത് ഞാനൊരു വീഡിയോയിൽ കണ്ടു. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്തു, പക്ഷെ പണി പാളി, എനിക്ക് പറ്റിയില്ല. ഞാൻ എങ്ങനെയാണ് സാധാരണ വറുത്തെടുക്കാറ് അതുപോലെ തന്നെ ഞാനങ്ങ് വറുത്തെടുത്തു പപ്പടം.
ഇനി അത് ഇറക്കിയിട്ട് ആ എണ്ണ ഒഴിച്ചിട്ട് വേണം മീനും കൂടെ വറുത്തെടുക്കാൻ. അപ്പോൾ ദേ ഉച്ചക്കലേക്കുള്ള മീൻ വറക്കാൻ വെച്ച് എനിക്ക് അതിനുള്ളത് ബാക്കിയെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി വൈകുന്നേരത്തേക്കും നാളെ രാവിലത്തേക്കും ഉണ്ടാവും മീൻ വറക്കാനായിട്ട്. പിന്നെ ചോറ് കുറച്ചും കൂടെ വേവാനുണ്ടായി, അങ്ങനെ അത് കുറച്ചും കൂടെ വേവിച്ചത് വടിക്കാൻ വെച്ചു. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ തിളച്ച വെള്ളം മേത്തേക്ക് വീണാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ദേ ഫുഡൊക്കെ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ഗ്രീൻ പീസ് കറി ഒന്ന് ചൂടാക്കി വെച്ചു വൈകുന്നേരം ചപ്പാത്തിക്ക് കൂട്ടാൻ. അങ്ങനെ ഞാനും അതിനും ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ പാത്രമൊക്കെ കഴുകി വെച്ചു. അടുക്കളൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഇനി എൻ്റെ അടുത്ത പരിപാടി കുറച്ച് നേരം ഉറങ്ങാൻ പോവാണ്. അപ്പം നല്ല ചൂടെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം എ സി ഇടാമെന്ന് കരുതി. മഴ പെയ്തേ പിന്നെ എ സി ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പം ഇന്ന് എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. അത് ഈ സാരി ഉടുത്തോണ്ടായിരിക്കും. ഞാൻ ഈ അമ്മമാരൊക്കെ സമ്മതിച്ചേക്കണം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാരി ഉടുത്ത് ഇങ്ങനെ എല്ലാ പണിയും ചെയ്യണം. അവരെ സമ്മതിക്കണം, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മാനെ. എൻ്റെ ഉമ്മ ഫുൾ ടൈം സാരിയുമ്മലാണ്. അപ്പം ഇനി ഉറങ്ങി എണീറ്റിട്ട് ബാക്കി കാണാം. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. ചായയൊക്കെ വെച്ച് ദേ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ അനുവിൻ്റെ യൂണിഫോം തയ്ക്കാൻ കൊടുത്ത് പോയി. പഴയ യൂണിഫോം അവിടെയാണ്, അത് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ യൂണിഫോമൊക്കെ മേടിച്ച് ഞാനും വീട്ടിൽ തിരിച്ചെത്തി. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഷോർട്സ് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പോയി രാത്രിക്കലേക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നേരെ പോയി മേലൊക്കെ കഴുകി ആ സാരിയൊക്കെ അങ്ങോട്ട് മാറ്റി കളഞ്ഞ് നെയ്റ്റ് എടുത്തിട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസമാണ്. എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് നെയ്റ്റിയാണ്. നെയ്റ്റ് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ദേ അനുവിന് ബുക്ക് പൊതിയാനിരിക്കുകയാണ്. അപ്പോൾ നാളെ കൊണ്ടുപോകാനുള്ള അത്യാവശ്യം ബുക്കുകൾ മാത്രമാണ് ഞാൻ പൊതിയണുള്ളൂ. ബാക്കിയുള്ളത് പിന്നെ പൊതിയാന്ന് കരുതി. ഇല്ലെങ്കിൽ ബുക്ക് പൊതിയാണ്ട് പോയി കഴിഞ്ഞാൽ അനുവിന് ഇനി അതിനും കൂടെ വഴക്ക് വെക്കും. പിന്നെ ഈ ബുക്കൊക്കെ പൊതിഞ്ഞിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ. അപ്പം ഞാൻ ഈ ബുക്ക് ഫുള്ള് ഇരുന്ന് പൊതിയട്ടെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇനി ഇത് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞാണ് എനിക്ക് കിടന്നുറങ്ങാനായിട്ട്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.